ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്തും മതപരിവർത്തനവും ആരോപിക്കപ്പെട്ട അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചു. പക്ഷേ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അത് ആഘോഷിക്കുന്നത് കണ്ടാൽ അവർ ആ കേസിൽ നിന്ന് സമ്പൂർണ്ണമായിട്ടും അവർക്ക് വിടുതൽ കിട്ടി, അവർ ആ കേസ് തന്നെ എഴുതിത്തള്ളി എന്നുള്ള നിലയ്ക്കാണ്. സത്യത്തിൽ ഈ ജാമ്യം കിട്ടി എന്നതുകൊണ്ട് മാത്രം ഈ കേസ് അവസാനിക്കുമോ? ഈ പറയുന്നത് പോലെ അതിലെ വകുപ്പുകൾ വളരെ റിലവൻ്റാണ്. ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ തീർച്ചയായിട്ടും ചെന്നപ്പോൾ നിസ്സാര കുറ്റമായിരുന്നെങ്കിൽ അവിടുന്ന് ജാമ്യം കിട്ടുമായിരുന്നു, അവരുടെ പ്രായവും സ്ത്രീകളെന്നുള്ള പരിഗണനയും ഒക്കെ കൊടുത്ത്. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. അപ്പോൾ ഈ കേരളത്തിലെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും ഒരു പരിധി വിട്ടത് ആഘോഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ കേസ് ഇവിടെ തീർന്നിട്ടില്ലല്ലോ. ഇതിൽ നമ്മൾ കാണേണ്ടത് ഒരു മലയാള മാധ്യമങ്ങളുടെ പ്രിൻ്റായാലും വിഷ്വൽ മീഡിയ ആയാലും ഒരു പൊതു സ്വഭാവം എന്ന് പറയണത് ഈ ലോകത്തിൽ മനുഷ്യരായിട്ടുള്ളത് മലയാളി മാത്രമാണ്. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒരു വിമാന ദുരന്തം അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായാൽ ആദ്യത്തെ ചോദ്യം അതിൽ മലയാളികളുണ്ടോ, മനുഷ്യരുണ്ടോ, എത്ര മനുഷ്യരുണ്ടെന്നല്ല. അപ്പം നമ്മൾ ഈ പറയുന്ന വലിയ വിദ്യാഭ്യാസമുള്ള പ്രബുദ്ധ ജനം എന്ന് പറഞ്ഞാലും ഈ സങ്കുചിതമായ മനസ്ഥിതി ഉള്ളവനാണ് മലയാളി. എവിടെ പോയാലും അവിടെ മലയാളി ഉണ്ടോ. ഒരു വല്ലാത്ത പ്രാദേശികവാദം, തമിഴനേക്കാൾ കൂടുതൽ ഈ പ്രാദേശികവാദം ഉള്ളവരാണ് സത്യത്തിൽ മലയാളി. ജയിലിൽ പോയാലും അതിൽ മലയാളി ഉണ്ടോ? ഇത് നടക്കുന്നത് കേരളത്തിലല്ല, നമുക്കിവിടെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതല്ലാതെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള അവസ്ഥ, എന്തെങ്കിലും തൊഴിലുണ്ടോ, ഇതിലൊന്നും ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നും തന്നെ നമ്മൾ ഊന്നൽ നൽകാതെ നമ്മളിങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ചന്ദ്രൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ഒരു സംഗതി മലയാളി ഇരിപ്പുണ്ടോ എന്ന് അന്വേഷിച്ച് പോകുന്ന ഒരു പ്രവണത പൊതുവേ ഇത് നമ്മുടെ മാധ്യമങ്ങളുടെ ഇടയിൽ കാണുന്നതാണ്. ഇതാണ് മിക്കവാറും ഫ്ലാഷ് ന്യൂസായിട്ട് വരാറുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഒരു സംഗതി എന്ന് പറയുന്നത്, ഒന്ന്, ഈ രണ്ട് പേരെ അവിടെ പോലീസ് കേസ് ചാർജ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി അവരെ റിമാൻഡ് ചെയ്തു. അതാരും ആയിക്കോട്ടെ, അതിന് കന്യാസ്ത്രീ ആയാലും ഒരു സന്യാസി ആയാലും നിയമത്തിൻ്റെ മുന്നിൽ പൗരന്മാർ തുല്യരാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു വലിയ പ്രാധാന്യമൊന്നും ഞാൻ കൽപ്പിക്കുന്നില്ല. രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു, അവർ കുറ്റക്കാരാണെങ്കിൽ കോടതി ശിക്ഷിക്കും, അല്ലെങ്കിൽ വെറുതെ വിടും. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്? ജാമ്യം കിട്ടിയപ്പോൾ അതെന്തോ ഒരു വലിയൊരു സംഭവം കിട്ടിയതുപോലെ അതിനെ അങ്ങ് ആഘോഷിക്കുകയും ഊതിപ്പെരുക്കി കാണിക്കുകയാണ്. ജാമ്യം കിട്ടിയ എന്തുകൊണ്ടാണ്? പ്രഥമ ദൃഷ്ട്യ അവിടെ കുറ്റമുണ്ട്. ഇല്ലെങ്കിൽ കോടതി സാധാരണഗതിയിൽ ഒരു കേസ് കൊണ്ടുവന്നാൽ ഈ കേസിന് വലിയ ആധാരമൊന്നുമില്ല, ഇത് വെറുതെ നിലനിൽക്കുന്നതല്ല, ഇത് നിലനിൽക്കില്ല, പ്രഥമ ദൃഷ്ട്യാ തെളിവൊന്നും, അത് പ്രഥമ ദൃഷ്ട്യാ ഒന്നുമില്ലാത്തതുകൊണ്ട് കോടതി അപ്പം തന്നെ ഇതിനെ തള്ളും. കോടതി തള്ളിയില്ല, പകരം റിമാൻഡ് ചെയ്തു, ജാമ്യം കൊടുത്തു. ജാമ്യം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരാൾ കുറ്റവിമുക്തനാകുന്നില്ല. നമ്മുടെ ക്രിമിനൽ കേസുകളിലെല്ലാം തന്നെ കൊള്ളക്കാരായാലും ശരി, കൊലപാതകിയായാലും ശരി, ബലാത്സംഗമായാലും ജാമ്യം കൊടുക്കാറുണ്ട്. ജാമ്യം കൊടുക്കുമ്പോൾ ആ ജാമ്യത്തിന് അതിൻ്റെ കോർട്ട് ഓർഡറിൽ കുറേ വ്യവസ്ഥകൾ എഴുതിയിരിക്കും. പറയും, ജാമ്യം ഒരിക്കലും ഞാൻ ചെന്നിട്ട് എനിക്ക് ജാമ്യം തരണമെന്ന് പറഞ്ഞാൽ എനിക്ക് ജാമ്യം തരില്ല. ഒരു പ്രതിക്കും ഇങ്ങനെ ജാമ്യം കൊടുക്കില്ല. ജാമ്യം കൊടുക്കണമെങ്കിൽ അവിടെ ഒരു ജാമ്യക്കാരൻ വരണം. അപ്പോൾ ജാമ്യക്കാരൻ എന്താണ് കൊടുക്കുന്നത്? ഈ ആളിനെ കിട്ടാതായാൽ, ഈ പറഞ്ഞിരിക്കുന്ന ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഞാൻ ജാമ്യമാണ് എന്നാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു ഭൂമിയുള്ളവൻ്റെ ഭൂമി അവിടെ പ്ലഡ്ജ് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ഇതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടായാൽ എൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കുകയോ എന്നെ പിടിച്ച് ജയിലിലിടുകയോ അല്ലെങ്കിൽ എൻ്റെ ഭൂമി സർക്കാരിന് കണ്ടുകെട്ടുകയോ ചെയ്യാം. ഇങ്ങനെയാണ് ജാമ്യം കൊടുക്കുന്നത്. അപ്പോൾ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ വളരെ വ്യക്തമാണ് അവിടെ കേസ് നിലനിൽക്കുന്നു, കേസ് എഴുതി തള്ളിയിട്ടില്ല. ഇനി ഇത്രയും വലിയൊരു സംഭവം ഇവർ ഇന്നേ വരെ എന്താണ്, ഇവരുടെ പേര് തന്നെ എന്താണ്? പേര് തന്നെ രണ്ട് ഹിന്ദു പേരല്ലേ. അപ്പോൾ ഇതൊരു നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒളിച്ചുകളി. ഇതെന്തിനാണ്? മൈനോറിറ്റി സ്റ്റാറ്റസ് നിലനിർത്തണം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ തെക്കൻ ഭാഗത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള മിക്കവാറും ക്രിസ്ത്യൻ പള്ളികളിൽ പോകുന്ന ആൾക്കാരുടെ പേര് നമ്മൾ നോക്കിയാൽ എല്ലാം ഹിന്ദു പേരായിരിക്കും. ഇവരുടെ എല്ലാം നമ്മൾ വില്ലേജ് ഓഫീസർ റെക്കോർഡ് പരിശോധിച്ചാൽ
ഇവരെല്ലാം ഹിന്ദു. പോകുന്നത് ക്രിസ്ത്യൻ പള്ളിയിൽ. അവിടെ ചെല്ലുമ്പോൾ ക്രിസ്ത്യൻ പള്ളിയിൽ ഇവിടുത്തെ പേര് ഗോപിയായിരിക്കും, അവിടെ ചെല്ലുമ്പോൾ എബനിസ്റ്റർ ആയിരിക്കും. മനസ്സിലായല്ലേ? 2 പേരുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി ഹിന്ദു പേരുപയോഗിക്കുകയും ഹിന്ദു ഐഡൻറ്റിറ്റി ഉപയോഗിക്കുകയും ചെയ്യുകയും ബാക്കി ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം അപ്പുറത്തും. വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം വേറെ. അനുഷ്ഠാനങ്ങൾ വേറെ, വിശ്വാസം വേറെ, എല്ലാം അവർ പ്രാക്ടിക്കലി ജീവിക്കുന്നത് ക്രിസ്ത്യാനിയായിട്ടായിരിക്കും. ഇത് 2 പരിവർത്തനത്തിൻ്റെയും വ്യത്യാസമാണ്. റെക്കോർഡിക്കലി അവർ ഹിന്ദുവാണ്. അതേസമയം മുസ്ലിം ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം, മീശ പഠിക്കും, താടി വയ്ക്കും, തൊപ്പി വയ്ക്കും, വേഷ സംവിധാനങ്ങൾ മാറും. ഇതൊക്കെ ഐഡൻറ്റിറ്റി അവിടെ ഒളിച്ചു കളിക്കുന്നില്ല. ഇവിടെ ഐഡൻറ്റിറ്റി ഒളിച്ചു കളിച്ചുകൊണ്ടാണ് ഇവരുടെ തന്ത്രം. അപ്പോൾ ഇതിൽ ഈ എൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നത്, എന്തിനീ കുട്ടികളെ കൊണ്ടുപോയി? മതപരിവർത്തനം എന്നുള്ളത് വേറൊരു സൈഡ്. ഒരാളിന് സ്വമേധയാ ഏത് മതവും സ്വീകരിക്കാം, മതത്തിൽ വിശ്വസിക്കാതിരിക്കാം. പക്ഷേ നമുക്ക് മറ്റൊരാളിനെ മതപരിവർത്തനം നടത്താനുള്ള അവകാശം ഇന്ത്യയിലില്ല. അത് നിയമവിരുദ്ധമാണ്. മതം മറ്റൊരാളിനെ പ്രേരിപ്പിച്ച് ഇതിലേക്ക് കൊണ്ടുവരുന്നതാണ്. നമുക്ക് സ്വമേധയാ പ്രചരണം മതം സ്വീകരിക്കാം, സ്വമേധയാ സ്വീകരിക്കാം. അപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ, അറസ്റ്റ് ചെയ്ത സമയത്ത് നമ്മൾ ആദ്യത്തെ റിപ്പോർട്ടുകൾ വായിച്ചാൽ അതിൽ പറഞ്ഞിരിക്കുന്നത്, റെയിൽവേ പോലീസിന് ബജ്റംഗ് ദളിൻ്റെ ഒരു പ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് റെയിൽവേ പോലീസ് എത്തുകയും ഈ പെൺകുട്ടികളെ കൊണ്ടുവന്ന ഒരു പുരുഷൻ അവരെ റെയിൽവേ പോലീസ് തടയുന്നു, സംശയദൃഷ്ടിയാ തടയുന്നു. സ്വാഭാവികമായി റെയിൽവേ പ്ലാറ്റ്ഫോമാണ്, അവിടെ കയറണമെങ്കിൽ എന്ത് വേണം? യാത്രാ ടിക്കറ്റ് വേണം, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ കയ്യിലൊരു പാസ് ഉണ്ടായിരിക്കണം, റെയിൽവേ പാസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഉണ്ടായിരിക്കണം. കുറഞ്ഞ പക്ഷം ഇവരുടെ ആരുടെയും കയ്യിൽ ഇതൊന്നും തന്നെ ഇല്ല. നമ്മളിപ്പോൾ ഒരു ടൂർ പോവുകയാണ്, നമ്മളൊരു 10 പേര് ഗ്രൂപ്പ് ബുക്കിംഗ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്യും? ഒരു റെയിൽവേ ടിക്കറ്റ് ഒറിജിനൽ കിട്ടി, നമ്മൾ അതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് നമ്മുടെ കൂടെ വരുന്ന ഓരോ വ്യക്തിയുടെ കയ്യിലും ഒരു ഫോട്ടോ കോപ്പി കൊടുക്കും. അതുപോലെ തന്നെ അവനവൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് അവനവൻ്റെ കയ്യിലല്ലേ ഇരിക്കേണ്ടത്? അതെ. ഇതതുമില്ല. റെയിൽവേ പോലീസ് പരിശോധിക്കുന്നു, ഇവരുടെ കയ്യിൽ ടിക്കറ്റ് ഇല്ല, പ്ലാറ്റ്ഫോം ടിക്കറ്റ് പോലും ഇല്ല, ഇവരുടെ ഐഡൻറ്റിറ്റി ഇല്ല. അപ്പോൾ ഇത് മുഴുവൻ അവസാനമാണ് വരുന്നത്. ഈ 2 സ്ത്രീകൾ വരുമ്പോഴത്തേക്കും അവിടെ ഇവരുടെ ടിക്കറ്റ്, ഇവരുടെ ഐഡൻറ്റിറ്റി ഇതെല്ലാം അവരുടെ കയ്യിലാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു സംശയമുണ്ട്, ഇതിനകത്തൊരു കുബുദ്ധിയുണ്ട്. നമുക്ക് ഒരാളിനെ നമ്മുടെ കൂടെ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, ആരുടെ കൂടെ പോകുന്നു എന്നറിയാതെ പെൺകുട്ടികളെ ഒരു പുരുഷൻ കൊണ്ടുപോയി മറ്റൊരാളിന് കൈമാറുന്നു. അവരുടെ കയ്യിൽ ടിക്കറ്റ് ഇല്ല, എവിടെ പോകുന്നു എന്നറിയില്ല, എന്തിനു പോകുന്നു എന്നറിയില്ല. സ്വാഭാവികമായും ഈ പറയുന്ന ഗിരിവർഗ പ്രദേശത്ത് കാര്യമായ വിദ്യാഭ്യാസ യോഗ്യതയില്ല. അപ്പോൾ എന്ത് ജോലിക്ക് കൊണ്ടുപോകും? അതും സംശയമാണ്. ഇത് പൂർണ്ണ അടിമക്കച്ചവടമാണ്. മിക്കവാറും ഈ കൊണ്ടുവന്ന ആളൊരു ഏജൻ്റായിരിക്കും. അയാൾ ഇത്രയാളെ ഞാൻ കൊണ്ടുവന്ന് കൂട്ടിക്കൊടുത്താൽ എനിക്ക് ഇത്ര പണം കിട്ടണം, ഇതായിരിക്കണം ഇതിനകത്ത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ നടക്കാറുള്ള രീതികൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇത് എത്രയോ സ്ഥലത്ത് നടക്കുന്നു. ഞാനിത് പറയുന്നത് നമ്മുടെ കാസർഗോഡുകാർ ഇതിന്നൊരു അല്പം ഡീവിയേറ്റ് ചെയ്തു, പക്ഷേ മാനുഷിക പ്രശ്നമാണ്. കാസർഗോഡുകാർ എത്രയോ ഹോട്ടലുകൾ നമ്മുടെ തിരുവനന്തപുരത്ത് നടത്തുന്നുണ്ട്. നമ്മൾ പരിശോധിച്ചാൽ ഇതിൽ എത്രയോ ചൈൽഡ് ലേബറുണ്ട്. കാസർഗോഡ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ അവിടെയുള്ള അധികം പുറം ലോകവുമായിട്ട് ബന്ധമില്ലാത്ത പ്രായമാകാത്ത കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് അവരെ കൊണ്ട് ബാലവേല ചെയ്യിക്കുന്നു. പല സ്ഥലത്തും ഞാൻ ചോദിച്ചപ്പോൾ, നിങ്ങൾ എത്ര മണിക്കാണ് രാവിലെ വരുന്നത്? രാവിലെ 7 മണിക്ക് കട തുറക്കുമ്പോൾ ഞങ്ങളെത്തും. എപ്പം നിങ്ങൾ വീട്ടിൽ പോവും? രാത്രി 11 മണിക്ക് പൂട്ടിക്കഴിയുമ്പോൾ പോവും. എത്ര മണിക്കൂറായി? രാവിലെ 7 മുതൽ രാത്രി 11 മണി വരെ തുടർച്ചയായി ഒരു വ്യക്തി ജോലി ചെയ്യുന്നു. ഏതാണ്ട് ഒരു 10-15 മണിക്കൂർ, 15 മണിക്കൂർ, ഏകദേശം 2 ഷിഫ്റ്റായി. മനസ്സിലായി? അതെ. ലേബർ ഇല്ല, അവിടെ വരുന്നില്ല. ഇനി രണ്ടാമത്തെ സംഗതി, ഇവർക്ക് ലീവ് ഉണ്ടോ? ഇല്ല. വീട്ടിൽ പോകാൻ മാത്രമേ ലീവ് കൊടുക്കൂ, നാട്ടിൽ പോകാനായിട്ട്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ഭക്ഷണവും കൊടുത്ത് ഇവരെ കൊണ്ട് അടിമ വേല ചെയ്യിക്കുക. ഈ സംവിധാനം തന്നെയാണ് ഈ പറയുന്ന ഏത് മതത്തിൻ്റെ പേരിലുള്ള കോട്ടകൾക്കകത്ത് നടക്കുന്നത്. അവിടെ മറ്റാരും കയറി പരിശോധിക്കുന്നില്ല, അതിനുള്ള ധൈര്യം ഗവൺമെൻറ് സംവിധാനങ്ങൾക്കില്ല. അപ്പോൾ ആ കോട്ടയ്ക്കകത്ത് അടിമവേല ചെയ്യിക്കാം. അവരെ കൊണ്ട് എന്ത് ചെയ്യിക്കുന്നു, അവരെവിടെ നിന്ന് വന്നത് ഒന്നുമില്ല, അവർക്ക് അവിടെ നിന്ന് പുറത്തു പോകാൻ ഒരു വിധത്തിലും രക്ഷയില്ല. പക്ഷേ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ഈ ഭാരതീയ സംസ്കാരത്തിൽ ഒരുപാട് അമ്പലങ്ങളുണ്ടായിരുന്നു. ഈ അമ്പലങ്ങളിൽ എത്ര അമ്പലങ്ങൾക്ക് വേലിക്കെട്ടോ മതിലോ ഉണ്ട്. ഒരു 50 ഏക്കർ 100 ഏക്കർ സ്ഥലമുള്ള ഒരു അമ്പലത്തിൻ്റെ പ്രോപ്പർട്ടി അത് തുറന്ന് വിശാലമായിരിക്കും, അവിടെ ആർക്കും വരാം.
പക്ഷേ ഇന്നെന്ത് പറ്റിയെന്ന് വെച്ചാൽ കഷ്ടകാലത്തിന് ഇത് പലരും കയ്യേറിപ്പോയി. ദേവസ്വം ഭൂമി ആയതുകൊണ്ട് ചോദിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഇത് പല മതവിഭാഗക്കാരും മതമല്ലാത്തവരും കയറി അമ്പല പ്രോപ്പർട്ടി കയ്യിലെടുത്തു. അങ്ങനെയാണ് ഇരിക്കുന്നത്. പക്ഷേ അല്ലെങ്കിൽ ഇതിനകത്ത് വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ അങ്ങനെയാണോ? അവിടുത്തെ ഒരു അംഗമാണെങ്കിൽ കൃത്യമായി അവിടെ പങ്കെടുക്കണം പരിപാടികളിൽ. അതിന് അറ്റൻഡൻസ് ഉണ്ട്. അവൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ലെവി പറയും പോലെ അവനും കൃത്യമായി അവൻ അവിടെ വരിസംഖ്യ അടയ്ക്കണം. അടച്ചില്ലെങ്കിൽ അവൻ്റെ വീട്ടിലെ കല്യാണം, അവൻ്റെ വീട്ടിലെ മരണം, ഇതിനെല്ലാം പ്രത്യേക ഫൈനുണ്ട് അവിടെ ചെയ്യണമെങ്കിൽ. അല്ലെങ്കിൽ ഇത് കളഞ്ഞിട്ട് പോകാനുള്ള ധൈര്യം അവന് വേണം. അപ്പോൾ ഇതാണ് ഈ സംവിധാനം. ഈ സംവിധാനത്തിലാണ് ഇവരെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഇവിടെയാണ് പ്രശ്നമുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ FIR നിലനിൽക്കുന്നുണ്ട്, ഈ ഇട്ട വകുപ്പുകൾ ഇറലവൻ്റ് ആണ്. അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു നിയമം അതിൻ്റെ വഴിക്ക് പോകണം. അന്വേഷണം കൂടുതൽ ഇനി മുന്നോട്ട് പോകേണ്ട കാര്യമില്ല, കാര്യങ്ങൾ വ്യക്തമാണ്. അല്ല, ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോലീസ്, ഇതിൽ വേറൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളത് NIA ആണ് കേസ് എടുക്കുന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടർ ഒരിക്കലും പോലീസിൻ്റെ വക്താവല്ല. പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ക്രൈമിൽ ഒരു ഇൻഡിപെൻഡൻ്റായി നിന്ന് വാദിക്കേണ്ട ആളാണ്. അല്ല പോലീസിൻ്റെ ഭാഷ്യം അവിടെ ചെന്ന് പറയാനല്ല. ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ അടുത്ത് പോലീസ് ഇവരെ നമുക്ക് കസ്റ്റഡിയിലേക്ക് വിട്ടുതരണം, ഇവരെ ഇൻട്രോഗേഷൻ നടത്തണം, ഇതിൻ്റെ തെളിവെടുക്കണം, കസ്റ്റഡിയിലേക്ക് വിട്ടുതരണമെങ്കിൽ കസ്റ്റഡി ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കൊടുക്കണം. അതെ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നത് ഇവരെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാം. അത് അദ്ദേഹം നിയമപരമായി അതിനെ പരിശോധിച്ച് ന്യൂട്രലായിട്ട് കോടതിയിൽ ചെന്ന് വാദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ ഇത് പോലീസിൻ്റെ ആളാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ, അത് തെറ്റ്. അങ്ങനെ അല്ല. പബ്ലിക് പ്രോസിക്യൂട്ടർ ജോലി ഗവൺമെൻറ് വക്കീലാണെന്നേ ഉള്ളൂ. ഗവൺമെൻറ് ശമ്പളം കൊടുക്കുന്ന വക്കീലാണ്. പക്ഷേ നിയമപരമായി കാര്യങ്ങൾ നടത്താൻ വേണ്ടി ചെയ്യേണ്ട ആളാണ്. ഇനി ഇതിനകത്ത് ഇത്രയും വലിയൊരു സംഭവം ഇവിടെ നിന്ന് പോകാനായിട്ട് MP മാരും പള്ളിക്കാരും എല്ലാം ഉണ്ടല്ലോ, ബാക്കി രാഷ്ട്രീയക്കാരും എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യൻ പ്രസിഡൻറ്റ് മുർമു, അവർ ഒരു ജയിലിൽ പോയി. അവർ പോയി കരഞ്ഞുപോയി. ആ ജയിലിൽ താമസിപ്പിച്ചിരിക്കുന്ന ഗിരിവർഗക്കാർ, ഓരോ കുറ്റത്തിൻ്റെ പേരിൽ അവിടെ വന്ന ഗിരിവർഗക്കാർ, അവർക്ക് നിയമം എന്തെന്നറിയില്ല, അവർക്ക് നിയമസംരക്ഷണം എങ്ങനെ കിട്ടണമെന്നറിയില്ല, ജാമ്യം എങ്ങനെ എടുക്കണമെന്നറിയില്ല, അവർക്ക് പരോളിന് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നറിയില്ല. അവരെ അവിടെ കൊണ്ടുവന്ന് അടിമപ്പണി ചെയ്യിക്കുകയാണ്. കാരണം അവർ അവിടെ വന്നാലും നികൃഷ്ട ജീവിയായിട്ടാണ് ഈ ഏമന്മാർ അവരെ പെരുമാറുന്നത്. ഇത് പറഞ്ഞത് ഇന്ത്യയുടെ പ്രസിഡൻ്റാണ്. അപ്പോൾ ഇതാണ് ഇന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്ന, നമ്മളീ പറയുന്ന ഉയർത്തിപ്പിടിക്കുന്ന വലിയ ഭരണഘടന എന്ന് പറയുന്ന സംവിധാനമായാലും നമ്മളീ പറയുന്ന നിയമവ്യവസ്ഥയായാലും ഇതിനകത്തെല്ലാം ഇന്നും നടത്തിക്കൊണ്ടു പോകുന്നത് ഈ സംസ്കാരമാണ്. അവർക്ക് പരിരക്ഷ കൊടുക്കുന്നില്ല ആരും. ഇവിടെയും നോക്കിയത് എന്താണ്? സ്വന്തം നാട്ടിൽ വിവരവും വിദ്യാഭ്യാസമുള്ളവരെ കൊണ്ട്, നിയമം അത്യാവശ്യം അറിയാവുന്നവരെ കൊണ്ട് അവരെ വിളിച്ച് ജോലി ചെയ്യിക്കുന്നതിന് പകരം ചുളുവിൽ ശമ്പളം കൊടുക്കാതെ അടിമപ്പണി ചെയ്യിക്കാൻ വേണ്ടി പുറത്തു നിന്ന് ആളുകളെ കടത്തിക്കൊണ്ടുവന്ന് നമ്മുടെ കോട്ടയ്ക്കകത്ത് ബന്ധിച്ചിടുക. ഇതാണ് ഇതിനകത്ത് ഉദ്ദേശം. ഇത് മതപരിവർത്തനത്തെക്കാളും വലിയ തെറ്റാണ് ഈ ചെയ്തത്, വലിയ കുറ്റകൃത്യം. അതെ, എന്തായാലും ജാമ്യം അവസാന വാക്കല്ല. കേസ് കൂടുതൽ മുന്നോട്ട് പോകാനുണ്ട്. അതെ, ഇപ്പോൾ NIA കോടതിയിലാണ്. NIA അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട്. മനുഷ്യക്കടത്ത് ഉള്ളതുകൊണ്ട്, മനുഷ്യക്കടത്ത് ആരോപിക്കപ്പെടുന്നത് കൊണ്ട് NIA ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്ക് ഭാവിയിൽ എന്താണ് സംഭവിക്കുകയെന്ന് നമുക്കിപ്പോൾ പറയാനാകില്ല. പക്ഷേ NIA അന്വേഷണത്തിൽ കൃത്യമായിട്ട് ഇതിലെന്താണ് സംഭവിച്ചതെന്നും ഇതിനകത്ത് കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ എന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഇനി ഭാവിയിൽ പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ ഈ ആഘോഷിക്കുന്നവർ തിരിച്ചറിയണം, ജാമ്യം അവസാന വാക്കല്ല. അതിൽ നിന്ന് വിമുക്തരാക്കിയിട്ടില്ല. ആ പറയുന്ന കുറ്റകൃത്യത്തിൽ നിന്ന് വിമുക്തമായിട്ടില്ല. അത് മനസ്സിലാക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.